ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു വ്ളോഗിങ് വീഡിയോ ആണ്. ഒരുപാട് കാലത്തിന് ശേഷമാണ് ഞങ്ങളൊരു യാത്ര പോകുന്നത്. അപ്പോൾ അതൊന്ന് ആ വ്ളോഗായിട്ട് നമുക്ക് എടുത്തേക്കാമെന്ന് വിചാരിച്ചു. അന്നേരം ഇന്ന് ഞങ്ങൾ പോകുന്നത് കൊല്ലത്തേക്കാണ് യാത്ര പോകുന്നത്. ഞങ്ങൾ കോട്ടയത്ത് നിന്ന് രാവിലെ ഒരു 5-5:30 ആയപ്പോഴത്തേനും യാത്ര തിരിച്ചു. ഏകദേശം കോട്ടയം ടു കൊല്ലം ഈ ഒരു ക്ഷേത്രത്തിലേക്ക് 80 കിലോമീറ്ററോളം ദൂരമുണ്ട്. അപ്പോൾ അവിടേക്കാണ് ഇന്ന് നമുക്ക് പോകുന്നത്. അവിടുത്തെ കാഴ്ചകളൊക്കെ കാണുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ, നിങ്ങൾക്ക് ഇതുപോലത്തെ വ്ളോഗും കാര്യങ്ങളൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ട് താഴെ സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ബെല്ലൈക്കൺ കൂടി വരും. ആ ഒരു ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുകയെങ്കിൽ ഞാൻ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടത്തുള്ളൂ, മിസ് ചെയ്യാതെ നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ. അപ്പം നമുക്ക് നേരെ വീട്ടിലേക്ക് പോയല്ലോ. അപ്പം ഞങ്ങൾ ആദ്യം പോകുന്നത് കൊല്ലത്താണ് പോകുന്നത്. കൊല്ലം കരുനാഗപ്പള്ളി ചെറിയ അഴീക്കൽ കാശി വിശ്വനാഥ ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. പേര് പോലെ തന്നെ നമ്മുടെ കാശി ക്ഷേത്രത്തിൽ പോകുന്നത് പോലെ തന്നെയാണ് ഈ ഒരു ക്ഷേത്രത്തിലേക്ക് നമുക്ക് പോകുന്നത്. അവിടുത്തെ കാര്യങ്ങളും കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. അപ്പം നമ്മൾ ആദ്യം തന്നെ ചെല്ലുമ്പോഴത്തേക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഒരു ക്ഷേത്രത്തിനോട് അടുത്ത് തന്നെയായിട്ട് നമുക്കൊരു മറ്റൊരു ദേവീക്ഷേത്രം നമുക്ക് കാണാൻ പറ്റും, വടക്കേനട ദേവീക്ഷേത്രം. അപ്പോൾ ഈ ഒരു ക്ഷേത്രത്തിൽ നമുക്ക് കയറി ചെല്ലുമ്പോഴും നമുക്ക് കാണാൻ പറ്റുന്നത് ഒറ്റക്കല്ലിൽ തീർത്തിരുന്ന അന്തികേശൻ്റെ വിഗ്രഹം കാണാം. അതുപോലെ തന്നെ ഒരു കെടാവിളക്കുണ്ട്. പിന്നീട് നമുക്ക് സൈഡിലായിട്ട് 2 തൂണുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന ഒരു ഭീമാകാരമായ മണി കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ക്ഷേത്രത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഈ ഒരു ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് മുഴുവനും ശിലയിലാണ് കൊത്തിവെച്ചിരിക്കുന്നത്. ഈ ഒരു ക്ഷേത്രം മുഴുവനും ശിലയിൽ കൊത്തിവെച്ചിരിക്കുന്ന ഒരു ക്ഷേത്രമാണ്. ചുറ്റമ്പലത്തിൽ ഗണപതി, അതുപോലെ തന്നെ ചിത്രഗുപ്തന്, പാർവതി, ഇതൊക്കെയാണ് ഈ ഒരു ക്ഷേത്രത്തിലെ ഉപദേവതാ പ്രതിഷ്ഠയായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ ഈ ഒരു ക്ഷേത്രം നമുക്ക് പടിഞ്ഞാറ് അറബിക്കടലിനും കായലിനും ഇടയിലാണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പിന്നെ ഈ ഒരു ക്ഷേത്രത്തിൽ നമുക്ക് ശിവനും വിഷ്ണുവുമാണ് പ്രധാന പ്രതിഷ്ഠ എന്ന് പറയുന്നത്. ഒരേ ശ്രീകോവിലിൽ 2 വ്യത്യസ്ത പീഠങ്ങളിലായിട്ട് ശിവനെയും വിഷ്ണുവിനെയും പ്രതിഷ്ഠ നടത്തിയിരിക്കുന്ന ഒരു ക്ഷേത്രമാണ് ഈ ഒരു ക്ഷേത്രം. അതിൻ്റെ ഐതിഹ്യങ്ങളിലൊക്കെ നമുക്ക് പിന്നീട് പറയാം. അപ്പോൾ ഈ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ 10 വർഷത്തെ അരേ സമുദായത്തിൻ്റെയും അതുപോലെ പ്രദേശവാസികളുടെയും കഠിനാധ്വാനത്തിൻ്റെ ഫലമായിട്ടാണ് ഈ ഒരു ക്ഷേത്രം പുനർനിർമ്മാണം കഴിഞ്ഞത്. അടുത്ത കാലത്താണ് ഈ ഒരു ക്ഷേത്രം പുനർനിർമ്മാണം നടത്തിയത്. ഏകദേശം 177 വർഷം പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ് ഈ ഒരു ക്ഷേത്രം. പക്ഷേ ഇത് നാശകോശമായിട്ട് കിടക്കുമായിരുന്നു ഈ ഒരു ക്ഷേത്രം. അങ്ങനെ 10 വർഷത്തെ അവരുടെ എല്ലാം അധ്വാനത്തിൻ്റെ ഫലമായിട്ട് ഏകദേശം 13 കോടി രൂപയോളം ചെലവഴിച്ചിട്ടാണ് ഈ ഒരു ക്ഷേത്രം പണി കഴിപ്പിച്ചിരിക്കുന്നത്. ഇത് മഹാബലിപുരത്തിൽ നിന്നും അതുപോലെ തഞ്ചാവൂരിൽ നിന്നും വന്ന 100 കണക്കിനോളം ശില്പികൾ അവരുടെ കേരള തമിഴ് വാസ്തുശൈലിയിൽ നിർമ്മിച്ചിരിക്കുന്ന ശിലയിൽ കൊത്തിയെടുത്തിരിക്കുന്ന ശിലാരൂപങ്ങളാണ് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ മുഖ്യ ആകർഷണം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രമാണ് ഈ ഒരു ക്ഷേത്രം. ഉപദേവതാ പ്രതിഷ്ഠയായിട്ട് നവഗ്രഹങ്ങളും പാർവതിയും അതുപോലെ ചിത്രഗുപ്തൻ, ഗണപതി, ധർമ്മശാസ്താവ്, ഇതെല്ലാം തന്നെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഈ ഒരു ക്ഷേത്രത്തിലെ കൊടിമരം എന്ന് പറഞ്ഞാൽ 6 കിലോയോളം തനി തങ്കം കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു കൊടിമരമാണ് ഈ ക്ഷേത്രത്തിലുള്ളത്. ഇന്ത്യയിലെ 12 ജ്യോതിർലിംഗങ്ങളും അതുപോലെ ദശാവതാരങ്ങളും ആലപ്പാട്ട് ജനതയുടെ പോരാട്ട ചരിത്രങ്ങളും എല്ലാം തന്നെ ഈ ഒരു ക്ഷേത്രത്തിൽ 50 ശില്പങ്ങളായിട്ട് കൊത്തിവെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇന്ത്യയിലെ 12 ജ്യോതിർലിംഗ ക്ഷേത്രങ്ങളുടെ മാതൃകയും ഈ ക്ഷേത്രഭിത്തിയിൽ നമുക്ക് ശിലാരൂപങ്ങളായിട്ട് കൊത്തിവെച്ചിട്ടുണ്ട്. അതുതന്നെയാണ് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ മുഖ്യ ആകർഷണം എന്ന് പറയുന്നതും. മഹാവിഷ്ണുവിൻ്റെ ദശാവതാരം നമുക്ക് പടിഞ്ഞാറേ ഭിത്തിയിൽ ഓരോന്നോരോന്നായിട്ട് നമുക്ക് കൊത്തിവെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ്, നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ഒരു ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഐതിഹ്യങ്ങളും ചരിത്രങ്ങളും എല്ലാം തന്നെയും ഈ ശില്പങ്ങൾക്ക് താഴെയായിട്ട് അവർ എഴുതി വെച്ചിട്ടുണ്ട്. ഈ ഒരു പ്രദേശത്തുള്ള പ്രദേശവാസികളും അതുപോലെ തന്നെ അരേ സമുദായത്തിലെ ആൾക്കാരും അവരുടെ അധ്വാനത്തിൻ്റെ ഒരു വിഹിതം മാറ്റി വെച്ചിട്ട് അങ്ങനെ 10 വർഷം കൊണ്ട് 13 കോടി രൂപയോളം സമാഹരിച്ച് അവർ പുനർനിർമ്മാണം നടത്തിയാണ് ഈ ഒരു ക്ഷേത്രം എന്നാണ് അവർ പറഞ്ഞത്. അങ്ങനെ തമിഴ്നാട്ടിൽ നിന്നും വന്നതും അതുപോലെ മഹാബലിപുരത്തു നിന്നും തഞ്ചാവൂരിൽ നിന്നുമായിട്ട് വന്ന ആളുകളാണ് ഈ ഒരു ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. ഇവരുടെ ശിലാരൂപങ്ങളൊക്കെയാണെങ്കിലും കൈകൊണ്ട് തന്നെ കൊത്തി എടുത്തവയാണ്. അപ്പോൾ അങ്ങനെ ശിലാരൂപങ്ങളുള്ളൊരു ക്ഷേത്രമാണ് ഈ ഒരു ക്ഷേത്രം. ഏകദേശം നമ്മൾ കാശിയിലൊക്കെ പോകുന്ന പോലത്തെ ഒരു ക്ഷേത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മുടെ തമിഴ്നാട്ടിലുള്ള മധുര ഒക്കെ പോലെയുള്ള ക്ഷേത്രങ്ങളിൽ അതേപോലെ തന്നെയാണ് ഈ ഒരു ക്ഷേത്രത്തിലെയും കൊത്തുപണികളൊക്കെ ചെയ്തിരിക്കുന്നത്. നമുക്ക് കാണുന്നത് തന്നെ നല്ലൊരു ഭംഗിയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പം നിങ്ങൾ ഇതുവരെയും പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ക്ഷേത്രത്തിൽ നിങ്ങൾ ഒന്ന് പോയി നോക്കുക. എന്തായാലും ഭക്തരായിട്ടുള്ള ആളുകൾക്ക് നമുക്കൊന്ന് സന്ദർശിക്കാൻ പറ്റുന്ന ഒരു ക്ഷേത്രമാണ് ഈ ഒരു ക്ഷേത്രം.
പിന്നെ ഈ ഒരു ക്ഷേത്രത്തിനോട് അടുത്ത് തന്നെ നമുക്ക് വടക്കേനാട് ശ്രീ ഭഗവതി ക്ഷേത്രം നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ കാഴ്ചകളൊന്നും എനിക്ക് എടുക്കാൻ സാധിച്ചിട്ടില്ല. ആ ഒരു ക്ഷേത്രത്തിൻ്റെ പുറകു വശം നമുക്ക് അറബിക്കടലാണ്. അതുപോലെ തന്നെ നമുക്ക് കായലും നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഭാഗത്തായിട്ട്. ഇതിനോട് ഒരു 10 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ നമ്മുടെ മാതാ അമൃതാനന്ദമയി ദേവിയുടെ അമൃതപുരി. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ആ ഒരു ചുറ്റുവട്ടത്തുള്ള ക്ഷേത്രമാണ് ഈ ഒരു ക്ഷേത്രം. ഓരോന്നോരോന്നായിട്ട് നമുക്ക് ദശാവതാരങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് നമുക്ക് കാണാം. വരാഹാവതാരം, അതുപോലെ കൂർമ്മം, മത്സ്യ നരസിംഹം, ഇതെല്ലാം തന്നെ നമുക്ക് കൊത്തി വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നല്ല ശില്പചാരുതയുള്ളൊരു ക്ഷേത്രമാണ് ഈ ഒരു ക്ഷേത്രം. ഈ ഒരു ക്ഷേത്രത്തിലെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് കാഴ്ചകളും ഒക്കെ കണ്ട് ഞങ്ങൾ നേരെ പോയത് അമൃതപുരിയിലേക്കാണ്. സാക്ഷാൽ അമൃതാനന്ദമയി ദേവിയുടെ അമൃതപുരിയിലേക്കാണ്. അവിടെ ഏകദേശം ഒരു 10 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ പറഞ്ഞത്. അപ്പോൾ അവിടേക്കാണ് പോയത്. അവിടെ ഞങ്ങൾക്ക് സെക്യൂരിറ്റി റീസൺസ് ഉള്ള കാരണം വീഡിയോസ് ക്യാമറ ഒന്നും അലൗഡ് അല്ല. പിന്നെ ആകെ എടുക്കാൻ പറ്റിയത് അവിടുത്തെ ലക്ഷ്മിക്കുട്ടി എന്ന് പറയുന്ന ഈ ആനയുടെ കുസൃതികൾ മാത്രമാണ് എടുക്കാൻ. പിന്നെ പുറത്തേ ഉള്ള കാഴ്ചകളൊക്കെയാണ് എടുക്കാനായിട്ട് സാധിച്ചുള്ളൂ. അമ്മയെ കാണാൻ പറ്റിയില്ല. അമ്മയെ കാണണമെങ്കിൽ രാത്രി 9 മണിക്ക് ശേഷം മാത്രമേ ദർശനം ഉള്ളൂ എന്ന് അവർ പറഞ്ഞു. അത് പാസ്സുണ്ട്. പാസ് നമുക്ക് ഫ്രീ ആണ്. പാസ് ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്തൊക്കെ കയറി കാണാം. പക്ഷേ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. അതിൻ്റെ അകത്തൊക്കെ സെയിലും കാര്യങ്ങളും ഒക്കെ ഉള്ളൂ. അല്ലാതെ വേറെ കാര്യങ്ങളൊന്നും, പൂജ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് കാണാൻ പറ്റിയില്ല. അപ്പോൾ പുറമേ നിന്നുള്ള കാഴ്ചകളൊക്കെ കാണാൻ സാധിച്ചു. പിന്നെ അമൃതപുരിയിൽ നിന്ന് തന്നെ ഞങ്ങൾക്ക് അവിടുത്തെ ക്യാൻറ്റീനിൽ നിന്ന് ഫുഡ് കഴിക്കാൻ സാധിച്ചു. അത് ഫ്രീ ഒന്നുമില്ല, പൈസ കൊടുത്തിട്ടാണ് നമുക്ക് ഫുഡ് കഴിക്കുന്നത്. അവിടുത്തെ അന്തേവാസികൾക്ക് ഉള്ള ഫുഡ് ഫ്രീ ആണെന്നാണ് അവർ പറഞ്ഞത്. അങ്ങനെ അതിൻ്റെ പ്രദേശത്തൊക്കെ ചുമ്മാ ഒന്ന് നടന്നിച്ചിട്ട് ഞങ്ങൾ നേരെ പോയത് ശിവഗിരിയിലേക്കാണ് പോയത്. അപ്പോൾ കൊല്ലം ജില്ലയിലെ വർക്കലയിൽ സ്ഥിതി ചെയ്യുന്ന ശിവഗിരി ശ്രീനാരായണ ഗുരു മന്ദിരത്തിലേക്കാണ്, സമാധി മന്ദിരത്തിലേക്കാണ് ഞങ്ങൾ പിന്നെ ഇവിടെ പോയത്. അപ്പോൾ ആദ്യം തന്നെ അവിടെ ഒരു ചെറിയൊരു മ്യൂസിയത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഗുരുദേവൻ ഉപയോഗിച്ചിരുന്ന വടി, അതുപോലെ തന്നെ മൊന്ത, പിന്നെ കിടക്കാൻ ഉപയോഗിച്ചിരുന്ന കട്ടിൽ, ചാരകസേര, അങ്ങനെ കസേര, ഇതൊക്കെയാണ് നമുക്ക് അവിടെ ഒരു സ്ഥലത്ത് കാണാൻ പറ്റുന്നത്. അവിടെ ഇങ്ങനെ ചരിത്രങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഓരോ സ്ഥാപിതമായതും പ്രതിഷ്ഠ നടത്തിയതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്കതൊക്കെ കാണാൻ പറ്റും. പിന്നെ നമുക്ക് മറ്റൊരു സ്ഥലത്ത് കാണാൻ പറ്റുന്നത് ഗുരുദേവൻ ഉപയോഗിച്ചിരുന്ന ഒരു വണ്ടി നമുക്ക് കാണാൻ പറ്റും. പഴയ കാലത്തെ ഈ വില്ലുവണ്ടി പോലത്തെ വണ്ടി കാണാൻ പറ്റും. പിന്നെ ഗുരുദേവൻ്റെ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു അങ്ങനത്തെ ചെറിയൊരു കസേര, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ നമുക്ക് ഏറ്റവും മേളിൽ കയറി ചെല്ലുമ്പോഴാണ് ഗുരുദേവൻ്റെ ഈ സമാധി മന്ദിരം. അപ്പോൾ അവിടെ ഉച്ചയ്ക്ക് 12 മണി വരെ തുറന്നിരിക്കത്തുള്ളൂ. നമ്മൾ ചെന്നപ്പോൾ 12 മണി കഴിഞ്ഞു. അപ്പോൾ 12 മണി കഴിഞ്ഞ കാരണം അവിടെ നട അടച്ചിരിക്കുമായിരുന്നു. കാരണം അവിടെ കയറി നമുക്ക് തൊഴാനൊന്നും സാധിച്ചില്ല. അപ്പോൾ ഒരുപാട് നമ്മൾ നട കയറി ചെല്ലണം. ഒരുപാട് നട കയറി ചെല്ലുമ്പോഴത്തേക്കും ഈ ഒരു ചൂടും ഒക്കെ ആകുമ്പോഴത്തേക്കിനും അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എങ്കിലും ഞങ്ങൾ കയറിപ്പോയി. അപ്പോൾ 2 സൈഡിലും നമുക്ക് മരങ്ങളും ചെടികളും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. നല്ലൊരു കാറ്റും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് മരങ്ങളൊക്കെ നിൽക്കുന്ന സ്ഥലമാണ്. നന്നായിട്ട്
ഇതാണ് സമാധി മന്ദിരം. അപ്പോൾ ഈ ഒരു മന്ദിരം നമുക്ക് ഉച്ചയ്ക്ക് 12 മണി വരെ തുറന്നിരിക്കത്തുള്ളൂ, പൂജകളും കാര്യങ്ങളും ഒക്കെ ഉള്ളൂ. അപ്പോൾ അവിടെ നമുക്ക് തൊഴാൻ പറ്റും. പിന്നീട് ഞങ്ങൾ അതിൻ്റെ ചുറ്റും ഒന്ന് നടന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ട് ഞങ്ങൾ അവിടെ കുറച്ച് നേരം ചിലവഴിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് ഇറങ്ങി പോരേണ്ടി വന്നു. നമുക്ക് കാണാൻ സാധിച്ചില്ല, അങ്ങനെ ഒരു പ്രശ്നം കൂടി ഉണ്ടായി. എങ്കിലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ ഒരു സമാധി മന്ദിരത്തിൽ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. അങ്ങനെ അപ്പോൾ ശിവഗിരിയിലെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ ഉച്ചഭക്ഷണം കഴിക്കാനായിട്ട് ഏകദേശം 2 മണിയൊക്കെ ആകുമ്പോഴത്തേനും ഇറങ്ങിയിട്ട് ഞങ്ങൾ നേരെ പോയത് കൊല്ലം ബീച്ചിലേക്കാണ്, കടപ്പുറത്തേക്കാണ് ഞങ്ങൾ പോയത്. അപ്പം കൊല്ലത്ത് കടൽ കാണാനായിട്ട് പോയതാണ്. അപ്പം നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു, നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു, നല്ല രസമാണ് ആ ഒരു കണ്ടീഷന്. നമുക്ക് നല്ല തണുപ്പുണ്ട്, നല്ല കാറ്റൊക്കെ ഉണ്ട്. ഈ ഒരു ചൂടത്ത് നമുക്ക് കടപ്പുറത്ത് പോയിരിക്കാൻ നല്ല സുഖമാണ്. അപ്പോൾ കടലൊക്കെ നോക്കി കുറച്ച് നേരം കടലിലൊക്കെ ഇറങ്ങി ഞങ്ങൾ പയ്യഞ്ഞ് പോന്നു. ഐസ്ക്രീമൊക്കെ കഴിച്ചു. അപ്പോൾ ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ ഒരു 4 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഞങ്ങൾ തിരിച്ച് കോട്ടയത്തേക്ക് യാത്ര തിരിച്ചു. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെ കാര്യങ്ങൾ ഞങ്ങൾ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.